അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബ്ദുൽ ഖാദർ ഇച്ചമസ്താൻ. ഇലാഹി അനുരാഗത്തിൻ്റെ ആഴപ്പറപ്പുകളിലോട്ട് മന്ദം മന്ദം ഇറങ്ങിച്ചെന്ന് സ്ഫോടം തീർത്ത മഹാമനുഷ്യൻ. മസ്താനായി നടന്ന ഇച്ച കുറിച്ചതെല്ലാം ദിവ്യകാവ്യമായി പരിഗണിക്കുമായിരുന്നു. ആ ഇച്ചമസ്താൻ്റെ കുരുത്തങ്ങളിൽ ഏറ്റവും സുന്ദരമായതും മധുരമൂർന്നതും അത് ഹബീബായ തങ്ങൾ വർണ്ണിച്ചെഴുതിയ വരികളാണ്. ആ ആത്മീയ അനുരാഗത്തിൻ്റെ സഞ്ചാരപഥത്തിലൂടെ ഒരല്പനേരം നമുക്ക് സഞ്ചരിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. മുന്നമേ മുന്നമേ സർവസംഭവ സമാരങ്ങൾക്ക് മുന്നിൽ റൂനുക്താക്ഷരം മുന്നിൽ വേച്ചവടി മുന്നമേ മുന്നമേ റൂനുക്താക്ഷരം മുന്നിൽ വേച്ചവടി അത് മിന്നി മിനി കളിച്ചണ്ടബുവാദമിൽ മീമ് മുടച്ചതടി മീമ് മുടച്ചതടി കന്നമില സിഫത്തെണ്ട ജബിലെ കന്നമില സിഫത്തെണ്ട ജബിലെ കത്തിമറിന്ത കുടി കത്തിമറിന്ത കുടി കരുണാനൂർ മുഹമ്മദിയായെന്ന് കരുണാനൂർ മുഹമ്മദിയായെന്ന് പേര് വിളിച്ചതടി പേര് വിളിച്ചതടി. ഖുർആനിലെ സൂറത്ത് നൂർ എന്ന അധ്യായത്തിലെ പ്രപഞ്ച സത്യത്തിലൂടെ ഇച്ച ചേർത്ത് വെച്ച് പറയുന്നത് സർവ്വ സംഭവ സമാരങ്ങൾക്ക് മുന്നിൽ പിറവിയെടുത്ത ഹബീബായ നൂറിനെ കുറിച്ച് തന്നെയാണ്. മാത്രമല്ല ഈ വൃത്തത്തിൽ ഇച്ച ഒളിപ്പിച്ചു വെക്കുന്ന ഒരു ചരിത്രം കാണാൻ സാധിക്കും. അഥവാ അബൂന അബുൽ ബഷർ ആദം അലൈഹിസ്സലാം സ്വർഗീയ ലോകത്തോടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മലക്കുകൾ നബിയുടെ പിറകു വശത്തിൽ നിന്ന് ചിരിക്കുന്ന ഒരു രംഗമുണ്ട്. അപ്പോൾ ആദം നബി അലൈഹി സ്വലാം കാര്യം അന്വേഷിച്ച് എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ മലക്കുകൾ പറഞ്ഞു, ഭുജാതനാകാൻ കൊണ്ടിരിക്കുന്ന അങ്ങയുടെ പേരമകൻ മുഹമ്മദ് നബിയുടെ നൂറ് അങ്ങയുടെ നെട്ടിത്തരത്തിലും കഴുത്തിൻ്റെ പിറകുവശത്തിലും കണ്ടിട്ടുണ്ട്. അതിൻ്റെ സന്തോഷഭരിതരായി ഞങ്ങൾ ചിരിച്ചതാണ്. ഈ അർത്ഥ സാദൃശ്യ വരികളാണെന്ന് ഇച്ച ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇച്ച തുടരുന്നു. കത്തൻ തിരത്തെ ഹയാത്തുടയോക്കെയും കത്തൻ എന്ന് പറയുന്നത് മേലായ അള്ളാഹുവിനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ സമതീയ പ്രയോഗമാണ്. മാത്രമല്ല അല്ലാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളും നിദാനം അത് ഹബീബായ തങ്ങളാണെന്ന് ഇച്ച പറയുന്നത്. കത്തൻ തിരിത്തെ ഹയാത്തുടയോക്കെയും കത്തിമറിന്തതടി അത് കത്തും ഹയാത്ത് മഖാമുൽ മഹമൂദ് കത്തും ഹയാത്ത് മഖാമുൽ മഹമൂദ് കത്തിച്ചു വച്ച തിരി കത്തിച്ചു വച്ച തിരി. ഹബീബായ തങ്ങൾ നാല് അന്ത്യനാളിൽ മഖാമുൽ മഹ്മൂദ് എന്ന അലങ്കരിയമായ സ്ഥാനത്തിലിരിക്കുന്ന കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തിരുനാളമാണെന്ന് ഇച്ച കൂട്ടിച്ചേർക്കുന്നു. തുടരുകയാണ്. പുത്തിമരത്തിൽ മുളച്ചാറിന്റെ പുത്തിമരമെന്ന് പറയുന്നത് മനുഷ്യ ബുദ്ധി തന്നെയാണ്. അല്ലെങ്കിൽ മനുഷ്യ മനസ്സ്. മനസ്സിന്റെ ഉള്ളിൽ രൂപം കണ്ട് അർശ് എന്ന സിംഹാസനം, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്നു. പുത്തിമരത്തിൽ മുളച്ചാറിന്റെ മൺകയറിട്ട കുളിയത് പൂമണം വീശി മുഹമ്മദ് കൊണ്ടന്റെ പൂമതം വീശും മുഹമ്മദ് കൊണ്ടന്റെ പൂതി മറന്തതടി
പൂതി മുരന്തതടി. ആ ഹബീബായ തങ്ങളുടെ പോരിശ പറഞ്ഞ് 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 എൻ്റെ ദുനിയവിയായ ആഗ്രഹങ്ങളെല്ലാം മറന്നു പോയടി എന്ന് സ്വന്തം ശരീരത്തോട് പറയുകയാണ്. മാത്രമല്ല ഇച്ഛയുടെ തന്നെ ഹബീബായ തങ്ങളുടെ മറ്റൊരു കൃത്യം കൂടി നമുക്ക് കേട്ടു നോക്കാം. മുത്തൊളി മുഹമ്മദിൻ്റെ മുമ്പിരുന്ന സിറടാ, മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ. മുത്തൊളി മുഹമ്മദിൻ്റെ മുമ്പിരുന്ന സിറടാ, മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ. പുത്തിമാർഗടൊക്കെയും പൂടം കുടിക്കും കള്ളടാ, പുത്തിമാർഗടൊക്കെയും കൂടം കുടിക്കും കള്ളടാ. പുള്ളിലാകിലാകെ മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തൊളി മുഹമ്മദിൻ്റെ മുമ്പിരുന്ന സിറടാ, മുത്തിലുള്ള പത്തെടുത്ത് മുത്തി മുത്തി കൊള്ളടാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.